നമസ്കാരം. ഇന്നിപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അതായത് നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ലോഡ് സെക്യൂർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും വരുന്ന ഒരു ചോദ്യം, ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്നവരുടെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഫ്ലാറ്റ് ബെഡൊക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലോഡ് സെക്യൂർ ചെയ്യുന്നത്. അതിനകത്ത് ഒരു സെക്യൂറിങ്ങിൻ്റെ രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് ചെയിൻ ഇട്ട് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ചെയിൻ ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പല ലോഡുകൾക്കും പല ടൈപ്പായി. ഇപ്പോൾ TMT, ഇപ്പോൾ ഞാനീ കാണിക്കാൻ പോകുന്ന ഒരു ലോഡ്, ഇങ്ങനെയുള്ള ലോഡുകൾക്കെല്ലാം നടുക്കായിരിക്കും ചെയിൻ്റെ ടൈറ്റനർ വരുന്നത്. അപ്പോൾ ആ ടൈറ്റനർ എങ്ങനെയാണ് ഇടുന്നത്, എങ്ങനെയാണ് ചെയിൻ ഇടുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് സ്റ്റീലിൻ്റെ ഇതാണത്, കട്ടകളാണത് ഇരുപാടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെക്യൂർ ചെയ്യണം. ഒന്നാമത്തെ ഈ പോളിടണം. ഈ പോളിട്ട് വെച്ചിട്ടാണ് ഇതിലേക്ക് കൊളിച്ച വെക്കുന്നത്. അത് കൂടാതെ ഇതിന് ഈ ചെയിൻ ഇട്ട് കൊടുക്കും. ചെയിൻ ഇട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഡീഷാക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഡീഷാക്ക് ചെയിൻ. ഇതിനെ ഇതിട്ടിട്ട് ആദ്യം ചെയിൻ മേളിൽ കൂടി നിൽക്ക്, ടൈറ്റ് ചെയ്യല്ലേ ഇത് ചെയിൻ ഇങ്ങനെ മേളിൽ കൂടെ വട്ടം ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലും ഡീഷാക്കിലിട്ടിട്ട് ലോക്ക് ചെയ്യും. ഇവിടെയും ഡീഷാക്കിലിടും. രണ്ട് ചെയിനും മേളിലും താഴെയിട്ടാണത്. രണ്ട് സൈഡിലും ഡീഷാക്കിലിട്ട് ഇത് ചെയ്യണം, ലോക്ക് ചെയ്യണം. ഇവിടെയും ഇതേമാതിരി ഡീഷാക്കിലിടും. ഇത് ലൂസ് ചെയ്തേ. പോരാ, ലൂസ് ചെയ്തു. ലൂസ് നല്ലോണം കായാ നീക്കാൻ പറ്റുമോ? രണ്ടടി അടിച്ചു. അല്ലല്ലേ, ഇത് വെച്ചടിച്ചേ, ഇതിൽ വെച്ചടിച്ചേ. ഇങ്ങോട്ട് മതി. ഓക്കെ. അപ്പോൾ എന്തൊക്കെ ഇതേമാതിരി ഇതിട്ടിട്ടാണ് ഡീഷാക്കിൽ രണ്ട് സൈഡിലും ഇട്ടിട്ട് ചെയിൻ വട്ടം ഇട്ടേക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിലറിൻ്റെ അടിയിൽ കൂടി വേണമെങ്കിലും ഇടാം. നമുക്ക് ട്രെയിലറിൻ്റെ അടിയിൽ കൂടി ചെയിൻ ഇടാനുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെയിനിൻ്റെ നീളം ഉണ്ടെങ്കിൽ വട്ടം ഇട്ടിട്ട് കെട്ടാം. അതല്ലാണ്ടെങ്കിൽ ഇങ്ങനെ ഹുക്കിനകത്തേക്ക് ഡീഷാക്കിൽ ഇട്ടിട്ട് ഇതേമാതിരി ചെയിൻ ഇട്ട് ടൈറ്റ് ചെയ്യുക അപ്പുറത്തും. അതിനുശേഷം ഇതിന് നടുക്കായിട്ട് ടൈറ്റനർ വരും. ഇതിന് ഇതേമാതിരി ഈ ചെയിൻ അതിനകത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് കാണിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പുറത്ത് വേറെ ചെയിൻ ഇട്ടുണ്ട്. ഇത് വട്ടമിട്ടൊക്കെയാണ് ചെയിന്. വട്ടമിട്ട ചെയിനകത്ത് നിൽക്ക് നമ്മൾ വലിച്ചിട്ട് ഇതിൻ്റെ ഒരു കണ്ണിക്കകത്ത് ഇതേമാതിരി ഡീഷാക്കിലിട്ടിട്ട് ഈ ടൈറ്റനർ, ഇതിന് പറയുന്ന പേര് ടൈറ്റനറാണ്. ഇത് അറ്റം വരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിക്കൊണ്ടായിരിക്കും ഇത് ഇടുന്നത്. ഇവിടെ ഈ ചെയിൻ ഇങ്ങോട്ട് വലിച്ച് പിടിച്ചുകൊണ്ട് ഏറ്റവും ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഡീഷാക്കിൽ കയറ്റാവുന്ന, മാക്സിമം ടൈറ്റായിട്ട് കയറ്റാവുന്ന രീതിയിൽ ഡീഷാക്കിലിട്ട് ഇതേമാതിരി ടൈറ്റ് ചെയ്യും. ഇതേമാതിരി ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ടൈറ്റനർ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇത് ടൈറ്റ് ആവും. ഇതിങ്ങനെ തിരിക്കണതനുസരിച്ച് ഇത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യണം. അത് ടൈറ്റ് ചെയ്തേ അപ്പുറത്തേക്ക് നിന്ന് ടൈറ്റ് ചെയ്യും. അവിടെ നിന്ന് ടൈറ്റ് ചെയ്യും. അതൊന്നും പിടിക്കണ്ട, വെറുതെ ടൈറ്റ് ചെയ്തോ. അതിനകത്ത് തിരിഞ്ഞിട്ട് ഇതിങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യണത്. ടൈറ്റ് ചെയ്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതേമാതിരത്തെ ഒരു കമ്പി ഉണ്ടാവും. കമ്പി ഇട്ടിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. അതൊന്നും പിടിക്കല്ലേ, കൈ വിട്. ടൈറ്റ് ചെയ്തു. അത് കുഴപ്പമില്ല, തിരിഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. അതൊന്നും പിടിക്കരുത് കൈ. ടൈറ്റ് ചെയ്യണം, ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതേമാതിരി ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. നല്ലപോലെ ടൈറ്റ് ആവും ഇത്.
ഇതാണ് ചെയിൻ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന വിധം. എങ്ങനെയാണ് ചെയിൻ ഇത് ഇങ്ങനെയുള്ള ഇതിനകത്താണ് നടുക്ക് ചെയിൻ ഇടുന്നത്. ഇതിനകത്ത് ഇങ്ങനെയായിരിക്കും. TMTക്ക് നടുക്കാണ് ചെയിൻ ഉണ്ട്. പക്ഷേ ചെയിൻ ഇടുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതേമാതിരി അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ചെയിൻ ഈ ടൈറ്റ്നർ വെച്ചിട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് നമ്മൾ ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ കട്ട വെച്ച് കൊടുക്കുക. ഈ മരത്തിൻ്റെ കട്ട അടിയിൽ വെച്ചിട്ട് 2 സൈഡിലായിട്ട് കട്ട വെച്ച് ഇതിനെ പൊക്കി നിർത്തും. പൊക്കി നിർത്തിയിട്ടായിരിക്കും ടൈറ്റ് ചെയ്യണത്. മതി. ഏയ് അത് വിളിച്ചത് കാണിക്കട്ടെ. ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഇതിപ്പോൾ കേൾക്കണ സൗണ്ട് ഇതായിരിക്കും. അപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇത് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇത് കേൾക്കുന്ന സൗണ്ട് കേട്ടോടാ. കണ്ട ഇതിങ്ങനെ ഇങ്ങനെ കേൾക്കുള്ളൂ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ടൈറ്റ് ചെയ്യുമ്പോൾ വേറെ സൗണ്ടാണ് വരും. ഇനി അതൊന്നും ഊരണ്ട, അങ്ങ് കറക്കിക്കൊണ്ടിരുന്നോ അത് ഊരണ്ട, അങ്ങ് കറക്കി അങ്ങ് എടുത്തോ മേളിലേക്ക്. ഇത് അങ്ങനെ അഞ്ഞ് മേളിലേക്ക് പൊക്കിയത് അല്ല. ഇതിങ്ങനെയല്ല ചെയ്യണം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്കുന്നില്ലേ നമ്മൾ. ഇതിങ്ങനെ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇത് തള്ളിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്കും. വേണ്ട ഇങ്ങനെ കറക്കും. അതൊന്നും ഊരേണ്ട ആവശ്യമില്ലത്. ഞാൻ മേളിലേക്ക് പൊക്കിയാ, ഞാൻ അവിടെ നിന്ന് കറക്കി. ഇനി മേളിലേക്ക് പൊക്കിയിട്ട് അടിച്ചു നോക്കിയാൽ ഇതിൽ ചെയിനയിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ സൗണ്ട് നോക്കാം എത്ര ടൈറ്റായെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ലോണം കടിക്കണം, നല്ലോണം കടി. അപ്പുറത്ത് അടിച്ചു. ഷിയാവുക്ക് ആദ്യമായിട്ട് പണിയെടുക്കണം. ഇതിങ്ങനെ പണിയെടുക്കാത്തൊരു മനുഷ്യനായിരുന്നു. പണിയെടുപ്പിക്കണ ഈ കമ്പി ഇത് വളയാൻ തുടങ്ങിക്കണ്ട ചൂടായിട്ട് ടൈറ്റായിട്ട്. ഈ സാധനം വളയാൻ തുടങ്ങി കൂടുതലായിട്ട് ടൈറ്റായിട്ട്. ഓവർ ടൈറ്റ് ആകുമ്പോൾ ഇത് വളഞ്ഞ് ഇത് പൊട്ടും. കണ്ട ഇത്രയും മതി ടൈറ്റ്. ഇതൊക്കെ ഒരു വല്ലാത്ത സംഭവമാണ്. കാരണം ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ചെയ്യാനായിട്ട് ഈ ചെയിനൊന്നും വിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വളഞ്ഞു. ഇത് ഒരു കട്ട തന്നെ, ഒരു ട്യൂബ് തന്നെ 1.5 ടണ്ണുണ്ട്. ഇത് ഒരെണ്ണം 1.5 ടണ്ണാണ് ഈ ഒരെണ്ണം വരുന്നത്. ഇത് ഒരെണ്ണം 1.5 ടൺ വരും. അതേമാതിരി 21 എണ്ണം ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതിനെ എങ്ങനെ നമ്മൾ സെക്യൂർ ചെയ്യും? ഇതൊക്കെ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തു വെക്കുന്ന ഇതൊക്കെ നിൽക്കുന്നത്. ഇതിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുക. ഒരു അത്യാവശ്യം വിശ്വാസമല്ലേ എല്ലാം എന്ന് പറഞ്ഞ മാതിരി. ഇപ്പം ഇന്നത്തെ സംഭവം ഇതാണ്, എങ്ങനെയാണ് ചെയിൻ ഇടുന്നത്. ഇതല്ലാതെ വേറെ ടൈപ്പിലും ചെയിൻ ഇടുന്നുണ്ട്. അത് കോയിൽ കയറ്റുമ്പോഴാണ്. കോയിൽ കയറ്റുന്ന സമയത്ത് ചെയിൻ ഇടുന്ന വേറെ ടൈപ്പിലായിരിക്കും. അത് പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിപ്പോൾ TMTക്കും ഇതേമാതിരത്തെ ബാറുകൾക്കും ചെയിൻ ഇടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നടുക്കായിട്ടായിരിക്കും അതിൻ്റെ ടൈറ്റ്നർ വരുന്നത്. TMT മറ്റേ ഇതിന് കോയിലിനാണെന്നുണ്ടെങ്കിൽ സൈഡിലായിരിക്കും ടൈറ്റ്നർ വരുന്നത്.
അത് പിന്നീട് കാണിച്ചു തരാം എങ്ങനെ ഇടണമെന്ന്. അപ്പം ഇങ്ങനെയാണ് ചെയിൻ ഇടുന്നത്, ടൈറ്റ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.